ഡെസേർട്ടൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരേ രീതിയിലൊക്കെ തയ്യാറാക്കുന്നതിന് പകരം ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തോ പാർട്ടികളിലോ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സേമിയ ഒന്ന് ഇതുപോലെ അങ്ങ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഉണ്ടെങ്കിൽ കൂടുതലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ പഞ്ചസാരയും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് തിളക്കാനാവുന്ന സമയത്ത് ഒരു 100 മില്ലി പാലിത ഈ ഒരു കപ്പിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വാനില കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുത്തതിന് ശേഷം നമ്മളിത് ഈ ഒരു ചൂടായിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ. ഈ ഒരു കസ്റ്റാർഡ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഒന്നങ്ങ് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള സേമിയ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഇത് ഉള്ളത്. ഇപ്പോൾ കുറച്ചൊരു ലൂസിലാണ്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് ഇത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊരു കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലും കൂടെ വെച്ച് തണുപ്പിച്ചെടുത്ത സമയത്ത് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറുമാമ്പഴവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആപ്പിളും ഉറുമാമ്പഴവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളതാ സേമിയ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് കസ്റ്റാർഡൊക്കെ തയ്യാറാക്കുന്നതിന് പകരം ഇതുപോലെ സേമിയൊക്കെ വെച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ റെഡിയാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.